നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമർസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഐസോമർസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന് സെയിം മോളിക്കുലാർ ഫോർമുലയും പക്ഷേ അതിനെ ഫിസിക്കലും ഭൗതികവും രാസവുമായ ഗുണങ്ങൾ എന്തായിരിക്കും, വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കോമ്പൗണ്ടിനെയാണ് ഐസോമർസ് എന്ന് പറയുക. എ കോമ്പൗണ്ട് വിച്ച് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതാണ് ഈ ഐസോമർസിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അത് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ ഐസോമേഴ്സ് എന്നും പറയും. ഈ ഒരു ഫിനോമിനോണെ ഐസോമെറിസം എന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ഇത് കാണിക്കുന്ന ഈ കോമ്പൗണ്ടുകളാണ് ഐസോമേഴ്സ്, ഇതിൻ്റെ ഫിനോമിനയാണ് ഐസോമെറിസം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഐസോമേഴ്സ് എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത്. ഇതാണ് ഒരു കോമ്പൗണ്ട്, പ്രൊപ്പൈൻ കോമ്പൗണ്ടാണ്. ഈ പ്രൊപ്പൈൻ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കാർബൺ ആണോ എത്ര ഹൈഡ്രജൻ ആണോ അതിൻ്റെ നമ്പേഴ്സ് എടുത്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുക, മോളിക്കുലർ ഫോർമുല എന്ന് പറയാം. ഇവിടെ 1, 2, 3 3 കാർബൺ ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ C3 എന്ന് എഴുതാം. ഇവിടെ ഹൈഡ്രജൻ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. 3 + 2 5 ആണ്. 5 + 3 8 ആണ്. അപ്പോൾ ടോട്ടൽ ഹൈഡ്രജൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല C3H8 ആയിരിക്കും.